സംസ്ഥാന സർക്കാർ 70 കോടി മദ്യക്കുപ്പികളാണ് പ്രതിവർഷം ശരാശരി വിറ്റഴിക്കുന്നത്. മാലിന്യ കേരളത്തിന്റെ ഭാഗമായി ഈ കുപ്പികൾ തിരിച്ചെത്തിക്കാൻ 20 രൂപ പദ്ധതി നടപ്പാക്കിയിരുന്നു. അത് 1.5 മാസം പിന്നിട്ടു. എന്നാൽ ഈ കുപ്പികൾ തിരിച്ചെത്തിയോ? അതോ 20 രൂപ വകയിൽ സർക്കാരിനടിച്ചത് വൻ ലോട്ടറിയാണോ? മനീഷ് മഹിപാൽ പരിശോധിക്കുന്നു. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കോടികൾ എത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ബീവറേജ് കോർപ്പറേഷൻ. പ്രതിവർഷം 284 ഔട്ട്ലെറ്റുകളിലൂടെ 51 കോടി പ്ലാസ്റ്റിക് കുപ്പികളാണ് പ്രതിവർഷം വിറ്റഴിക്കുന്നത്. ഇത് നമ്മുടെ പരിസരം മലിനമാക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് തടയാൻ മാലിന്യ കേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് ഇപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ 45 ദിവസമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് 20 രൂപ ഡെപ്പോസിറ്റ് വാങ്ങി മദ്യക്കുപ്പി അത് തിരികെ ലഭിക്കുമ്പോൾ ആ പണം തിരികെ കൊടുക്കുന്ന പദ്ധതി. ആ പദ്ധതി നമ്മുടെ ബീവറേജ് ഔട്ട്ലെറ്റുകളിൽ 20 എണ്ണങ്ങളിൽ ഇപ്പോൾ നടക്കുകയാണ്. അത് എങ്ങനെയാണ് കാര്യക്ഷമമായി നടക്കുന്നത്? അത് പ്രാബല്യത്തിൽ വരിക ജനുവരിയിലായിരിക്കും. അതിപ്പോൾ വിജയം കണ്ടോ എന്ന് നോക്കാനായി നമുക്ക് ചില ഔട്ട്ലെറ്റുകളിലേക്ക് പോയിട്ട് വരാം. തിരുവനന്തപുരം നഗരത്തിൽ ഏറ്റവും തിരക്കേറിയ പവർ ഹൗസ് റോഡിലെ ബീവറേജ് ഔട്ട്ലെറ്റിലേക്കാണ് ആദ്യം എത്തിയത്. തിരികെ വാങ്ങാൻ പ്രത്യേക കൗണ്ടറും ദിവസവേതനാടിസ്ഥാനത്തിൽ ഒരു ജീവനക്കാരനുമുണ്ട്. എന്നാൽ ഇവിടെ വിറ്റഴിച്ച കുപ്പികളുടെ പകുതിയിലധികവും തിരിച്ചെത്തിയിട്ടില്ല. 1.5 മാസത്തിനിടെ 6 ലക്ഷത്തോളം രൂപയുടെ കച്ചവടവും കുറഞ്ഞു. 20 രൂപ അധികമായി ഈടാക്കാത്ത തൊട്ടടുത്തുള്ള കൺസ്യൂമർ ഫെഡിന്റെ ചാലയിലെ ഔട്ട്ലെറ്റിൽ കച്ചവടവും കൂടി. കഴിഞ്ഞ ഓണക്കാലത്ത് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടന്ന പവർ ഹൗസിലെ ഔട്ട്ലെറ്റാണ്. പക്ഷേ രാവിലെ ഏറ്റവും തിരക്കുള്ള സാധാരണ ഒരു സമയത്തും ഇവിടെ വിജനമായി കിടക്കുന്നു. സാധാരണ പോലെയുള്ള കച്ചവടമില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത്. 20 രൂപ തിരികെ വാങ്ങാനായി കുപ്പി പൊട്ടിച്ച് ബീവറേജ് പരിസരത്ത് വെച്ച് തന്നെ അകത്താക്കുന്നവരുമുണ്ട്. ഔട്ട്ലെറ്റുകൾക്ക് മുൻപിൽ സ്റ്റിക്കറുകൾ യാചിച്ചു വാങ്ങുന്ന മദ്യപ സംഘവുമുണ്ട്. ഈ വഴിയിലൊക്കെ വേറെ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതിനകത്ത് ഒഴിച്ചിട്ട് സംഭവം ഈ സ്റ്റിക്കർ കുപ്പിങ് കൊണ്ട് കൊടുത്തിട്ട് പൈസ മാറ്റാൻ ഒരുപാടുണ്ട്. കുപ്പി തിരികെ കൊണ്ടുവരുന്നത് ഉപജീവനമാക്കിയവരുമുണ്ട്. ഞാൻ കൊടുക്കത്തില്ല, നമ്മുടെ ഒരു ആളിയനുണ്ട്, പുള്ളിയെടുത്ത് പുള്ളി ഇതുപോലെ പിറക്കിയെടുക്കുന്ന കുപ്പിയെല്ലാം ബിവറേജിൽ കൊണ്ടുവന്ന് കൊടുക്കുമ്പോൾ ഒരു കുപ്പി 20 രൂപ വെച്ച് കിട്ടും ആ ബോട്ടിലിന്. അത് ഇതിൻ്റെ ഒരു തൊഴിലായിട്ട് അയാൾ ആ പുള്ളി ചെയ്യുന്നുണ്ട്. 10,000-2,000 രൂപ കാശുണ്ടാക്കുന്നുണ്ട്. പേരൂർക്കടയിലെ ബീവറേജസ് ഔട്ട്ലെറ്റിലും പ്രത്യേകം കൗണ്ടറും ജീവനക്കാരനുമുണ്ട്. എന്നാൽ കഴിഞ്ഞ 1.5 മാസത്തിനിടെ 40% കുപ്പികളും ഇവിടെ തിരികെ എത്തിയിട്ടില്ല. അല്ലെങ്കിൽ കൂടുതലാണ് പൈസ വാങ്ങിക്കുക. ഇപ്പോൾ 20 രൂപ കൂടെ വാങ്ങിക്കുമ്പോൾ എന്തിനാണ്? എന്നിട്ട് ആ കുപ്പി കൊണ്ടു കൊടുക്കണമെന്ന് ഇല്ല. കുപ്പി ഞാനൊന്നും കൊണ്ടു കൊടുക്കത്തില്ല, കളഞ്ഞിട്ട് പോകും. ഞാൻ കുടിച്ച് കളയും, പൈസ പോട്ടെ. ഇത് ആളിനെ പറ്റിക്കുക. അതേസമയം മിക്ക പ്രീമിയം കൗണ്ടറുകളിലും തിരികെ എത്തിയ കുപ്പികളുടെ എണ്ണം 2 അക്കം തികഞ്ഞിട്ടില്ല. രൂപ ഡെപ്പോസിറ്റ് ഈടാക്കുന്ന കുപ്പികൾ സ്റ്റിക്കർ ഒട്ടിക്കുന്ന അതേ ഔട്ട്ലെറ്റിൽ തന്നെ തിരികെ എത്തിക്കണമെന്ന നിബന്ധനയാണ് പരാതികൾക്കിടയാക്കുന്നത്. ബുദ്ധിമുട്ട് തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇവിടെ കറക്റ്റായിട്ട് ഇവിടെ കൊണ്ട് കൊടുക്കാറില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പേരക്കുട ബീവറേജിൽ ഇവിടെ ഉള്ള സാധനം മാത്രമേ അവരെടുക്കാറുള്ളൂ. ഞാനിപ്പം ഇവിടെ ഈ കോട്ടയത്ത് പോയി ഒരു കല്യാണത്തിന് പോവുകയാണ്. അവിടെ ചെന്ന സാധനം വാങ്ങിച്ച് ഞാൻ കുടിച്ച് ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ ഈ 20 രൂപയ്ക്ക് വേണ്ടി ഞാൻ കോട്ടയത്ത് പോവില്ല. ആ കുപ്പി ഞാൻ കളയുള്ളൂ. എന്നാൽ പദ്ധതിയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നവരുമുണ്ട്. ഒരു കാരണം നല്ലതെന്ന് വെച്ചാൽ റോഡിലൊന്നും അങ്ങനെ അത് വീഴുന്നില്ലല്ലോ. അത് അതേപോലെ അവർ തിരിച്ചു കൊണ്ട് കൊടുക്കുന്നു. അവർ 20 രൂപ വെച്ച് അതേപോലെ കൊടുക്കുകയും ചെയ്യുന്നു. നല്ലൊരു കാര്യം തന്നെ അത്. എന്നുവെച്ചാൽ വേസ്റ്റ് ആവുന്നില്ലല്ലോ. പുതിയ പരിഷ്കരണത്തിൽ ജീവനക്കാരും ആശങ്കയിലാണ്. കുപ്പികൾ തിരികെ വാങ്ങാൻ അധികമായ ഒരു ജീവനക്കാരനുണ്ടെങ്കിലും സ്റ്റിക്കർ പതിക്കുന്നത് ഇത് തിരക്കുള്ള സമയങ്ങളിൽ നീണ്ട നിരക്കും ഇടയാക്കും.
പദ്ധതിയുടെ പൈലറ്റ് 1.5 മാസം പിന്നിട്ടപ്പോൾ തന്നെ 20 രൂപ ഡെപ്പോസിറ്റ് ഈടാക്കുന്ന മുഴുവൻ കുപ്പികളും തിരികെ എത്തുന്നില്ല എന്ന കാര്യം ഉറപ്പായി. എങ്കിലും കഴിഞ്ഞ 1.5 മാസത്തിനിടെ സംസ്ഥാന സർക്കാരിന് കുപ്പി ഇനത്തിൽ വെറുതെ കിട്ടിയത് 2 കോടിയോളം രൂപയാണ്. ഇത് സംസ്ഥാനത്തെ മുഴുവൻ ബീവറേജിലും നടപ്പിലാക്കുമ്പോൾ മദ്യം വിറ്റ് കിട്ടുന്ന ലാഭത്തിൻ്റെ കോടികൾക്കൊപ്പം മദ്യക്കുപ്പികളുടെ പേരിലും സംസ്ഥാന സർക്കാരിന് കോടികൾ ലഭിക്കും. ക്യാമറമാൻ ജിഷ്ണു സുരേന്ദ്രനൊപ്പം മനീഷ് മഹിവാൽ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.